വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് ചോദിച്ചു, നിൻ്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്തു പലക വരുത്തി അതിൽ എഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാകുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഹിതം അന്വേഷിച്ച് ജീവിച്ച എലിസബത്തിനും സക്കറിയായ്ക്കും വാർദ്ധക്യത്തിൽ ദൈവം നൽകിയ ദാനമാണ് യോഹന്നാൻ. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയുടെ ദാനം എന്നാണ്. ദൈവത്തിൽ ആശ്രയിച്ച് അവിടത്തേക്ക് 1-ാം സ്ഥാനം നൽകി ജീവിക്കുന്നവർക്ക് ദൈവിക ദാനങ്ങൾ ലഭിക്കുന്നു. ദൈവിക ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങൾ ഈ ക്രിസ്മസ് ഒരുക്ക ദിവസങ്ങളിൽ ചെയ്യണം. ഒന്നാമത് എളിമ, രണ്ടാമതായി പരസ്പരം ബഹുമാനിക്കണം, മൂന്നാമതായി എല്ലാം ദൈവത്തിൻ്റെ ദാനം എന്ന മനോഭാവത്തോടെ അഹങ്കാരം ഇല്ലാതാക്കണം. ഈ ക്രിസ്മസ് ഒരുക്ക ദിവസങ്ങളിൽ നമുക്ക് ഈ പുണ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം.